ബംഗാളിൽ ടിഎംസിക്ക് വീണ്ടും തിരിച്ചടി. കൊൽക്കത്ത മേയർ ഫിർഹാദ് ഹക്കീം രാജിവെച്ചു. അതിനിടെ ടിഎംസി വക്താവായ ജയപ്രകാശ് മജുംദാർ അറസ്റ്റിലായി. ഭൂമി കയ്യേറ്റത്തിന്റെ പേരിലാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അധ്യാപക നിയമന അഴിമതി കേസിൽ ഹാജരാകാൻ ആവശ്യപ്പെട്ട് അഭിഷേക് ബാനർജിക്ക് ED നോട്ടീസും നൽകിയിട്ടുണ്ട്. പ്രതിസന്ധിക്കിടെ മമതയുടെ വസതിയിൽ അടിയന്തര യോഗം ചേരുകയാണ്. വിമത നീക്കത്തോടെ പാർട്ടിയുടെ പേരും ചിഹ്നവും നഷ്ടമാകും എന്ന ഭീതിയിലാണ് മമത. ധനസുമോദ് ചേരുകയാണ് വിവരങ്ങളുമായി. ധനസുമോദ്, വീണ്ടും TMCക്ക് തിരിച്ചടികളുടെ ദിവസമാണിന്ന്. വീണ്ടും തുടർച്ചയായി തിരിച്ചടികൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതിസന്ധിയിലേക്ക് ബംഗാളിലെ TMC പോയിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും പുതിയ ഒരു വിവരം, കൊൽക്കത്ത മേയറായിരുന്ന ഫിർഹാദ് ഹക്കീം രാജിവെച്ചു എന്നുള്ളതാണ്. അതിന് കാരണം എന്താണ്? അതോടൊപ്പം തന്നെ ഈ ജയപ്രകാശ് മജുംദാർ അറസ്റ്റിലായത്, ആ കേസിന്റെ ഒരു കേസ് എന്തുമായി ബന്ധപ്പെട്ടാണ്? അതോടൊപ്പം തന്നെ അഭിഷേക് ബാനർജിക്കുള്ള ED നോട്ടീസ്, ഇതാകെ അങ്കലാപ്പിലാണല്ലോ മമതയും അവിടുത്തെ TMCയും. സുമോദ്. മഹേഷ് പോലൂർ പറഞ്ഞതുപോലെ തന്നെ ഓരോ മിനിറ്റിലും വലിയ തരത്തിലുള്ള പ്രതിസന്ധിയിലേക്കാണ് ഇപ്പോൾ TMC മുങ്ങിത്താഴ്ന്നുകൊണ്ടിരിക്കുന്നത്. മമതാ ബാനർജിയെ ആത്മാർത്ഥമായി അവരുടെ ഒപ്പം നിൽക്കുന്നവർ, അവിടെ കൂടെ ഇപ്പോഴും നിൽക്കുന്ന ആളുകൾ, അവർ നേതാക്കന്മാർ, അവർ കടുത്ത പ്രതിസന്ധിയിലേക്കും അവർക്ക് കേസും പലതരത്തിലുള്ള പരാതികളും ED വേട്ടയുമാണ് ഇപ്പോൾ ബംഗാളിൽ നടക്കുന്നത്. അതേസമയം അവർക്കെതിരായി നിൽക്കുന്നവർക്ക് കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. ഏറ്റവും ഒടുവിലത്തെ നമുക്ക് വാർത്ത TMC വക്താവ് അറസ്റ്റിലെന്നുള്ളതാണ്. മമതയുടെ ഏറ്റവും വലിയ വിശ്വസ്തനായി അറിയപ്പെടുന്ന ജയപ്രകാശ് മജുംദാറാണ് ഭൂമി കയ്യേറ്റത്തിന്റെ പേരിൽ അനധികൃതമായി കയ്യേറി എന്ന് ചൂണ്ടിക്കാട്ടി ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതുകൂടാതെ ഫർഹാദ് ഹക്കീം, അദ്ദേഹം TMCയുടെ മേയറും ഒരു കാലത്ത് മമതയുടെ വലിയ വിശ്വസ്തനുമായിരുന്നു. അദ്ദേഹത്തിനാണെങ്കിൽ BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇനി നേരെ ചൊവ്വേ ഈ കോർപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല, അതുകൊണ്ട് രാജിവെക്കാൻ അനുവദിക്കണം എന്നുള്ള ഒരു അഭ്യർത്ഥനയാണ് നൽകിയിരുന്നത്. പക്ഷേ ആ അഭ്യർത്ഥന TMC ചെവിക്കൊണ്ടില്ല. പക്ഷേ ഇനി താൻ കോർപ്പറേഷന്റെ ഭരണത്തിന്റെ അമരക്കാരനായി ഇല്ല എന്ന് പ്രഖ്യാപിച്ച് അദ്ദേഹം ചുമതല ഒഴിഞ്ഞിരിക്കുകയാണ്. അഭിഷേക് ബാനർജിക്ക് അധ്യാപക നിയമന കേസിൽ കൂടി ഇപ്പോൾ ED നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ED റെയ്ഡ് അദ്ദേഹത്തിന്റെ വസതിയിൽ നടക്കുകയാണ്. അതായത് ഈ വിമത MLA മാർ ഒരു ഭാഗത്ത് കൊഴിഞ്ഞുപോയിക്കൊണ്ടിരിക്കുകയാണ്. അവരെ ഒന്ന് പിടിച്ചു നിർത്താൻ വേണ്ടിയുള്ള ഒരു സംവിധാനം പോലും ഇല്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വിമത MLA മാർ ഋതപ്രത ബാനർജിയുടെ പ്രതിപക്ഷ നേതാവായി അംഗീകരിച്ചിരിക്കുകയാണ്. അവർ ആവശ്യപ്പെടുന്നത് TMC എന്ന് പറയുന്ന പാർട്ടിയുടെ പേരും ചിഹ്നവും അവർക്ക് വേണം എന്നുള്ള ഒരു നിലപാടിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് മമത രൂപീകരിച്ച പാർട്ടിയിൽ നിന്ന് മമത തന്നെ ഒരു അന്യയാവുന്ന അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്.